ഓ എന്റെ പെങ്ങളെ, ഇന്നരിബാ തിസ്ഉൻ വതിസ്ഊന ബാബാ. നോക്കൂ, നിങ്ങളൊരു സ്വർണമെങ്ങാനും പണയം വെക്കുന്ന ഉമ്മ, നിങ്ങളുടെ വീട്ടിലെങ്ങാനും നിങ്ങളുടെ മകളുടെയോ ഭാര്യയുടെ സഹോദരങ്ങളെ ഒരു കുടുങ്ങിയ സമയത്ത് ഭാര്യയുടെ സ്വർണമെങ്ങാനും പണയം വെച്ചാൽ ആ കുടുംബത്തിന്റെ ശിക്ഷ എത്രയാണ്? എന്തിനാണ് പണയം വെക്കുന്നത്? നിർബന്ധ ഘട്ടം, ദറൂറത്തിന്റെ ഘട്ടത്തിൽ നായകളെ കടിക്കാം, പട്ടിയുടെ ഇറച്ചി കടിക്കേണ്ട സമയമുണ്ട്. അതാണ് ദറൂറത്തിന്റെ ഘട്ടം. അങ്ങനത്തെ ഘട്ടം വന്നോ? ആർക്കാണ് വന്നിട്ടുള്ളത്? നിസ്സാര പ്രശ്നങ്ങൾക്ക് സ്വർണമൊക്കെ പണയം വെക്കുന്ന സ്ത്രീകളെ. ഇന്നരിബാ ലദ്ർഹമു, കണ്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ചൊല്ലൂ, ലദ്ർഹമു റിബൽ അശദ്ദു ഇൻദല്ലാഹ് മിൻ 36 സൻജാ. വ്യഭിചാരത്തിന്റെ ഗൗരവം പറഞ്ഞില്ലേ? ഒരു രൂപയെങ്ങാനും അയൽക്കൂട്ടമായോ കുടുംബശ്രീയായോ എന്റെ പെങ്ങളെ, സ്ത്രീകളെ, ഒരു രൂപയെങ്ങാനും പലിശ പറ്റിപ്പോയാൽ അശദ്ദു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിൽ മിൻ 36 സൻജാ, 36 വ്യഭിചാരികളെക്കാളും കഠിന ശിക്ഷയാൽ. ഒരു മാലയെങ്ങാനും പണയം വെക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്തു വലിയ ശിക്ഷയാണത്! ഇന്നരിബാ തിസ്ഉൻ വതിസ്ഊന ബാബാ. ഒരു രൂപ പലിശക്ക് കൊടുക്കുകയോ പലിശ വാങ്ങുകയോ പലിശയുമായി ഇടപാട് നടത്തുകയോ, അത് വീടെടുക്കാൻ വേണ്ടിയാവട്ടെ, വീടെടുക്കാൻ വേണ്ടി ഒന്ന് വാർപ്പാക്കാനല്ലേ ലോൺ എടുക്കുന്നത് മനുഷ്യ. ആ ലോണില്ലാതെ ഉള്ള വീട്ടിലും ജീവിക്കാമല്ലോ. പണ്ടത്തെ ആളുകൾക്ക് ഈ തരത്തിലുള്ള സൗകര്യം പോലുമില്ലല്ലോ. ഇതുള്ളതൊന്ന് കൂട്ടാനല്ലേ, ഉള്ള 1-2 റൂമുകൾ കൂട്ടാനല്ലേ ലോൺ എടുക്കുന്ന മുസ്ലിമീങ്ങളെ. ഇന്നരിബാ തിസ്ഉൻ വതിസ്ഊന ബാബാ. 99 ശിക്ഷകളാണ് പലിശക്കുള്ളത്. അതിലേറ്റവും ചെറിയ ശിക്ഷ കൈത്തിയാലിർ റജുലി ബി ഉമ്മിഹി. മരുഭൂമിയിൽ വെച്ച് സാധുവായ ഉമ്മയെ, പെറ്റ ഉമ്മയെ ജനമധ്യത്തിലിട്ട് വ്യഭിചരിച്ചാൽ എന്തൊരു ശിക്ഷയാണ്! അതിനേക്കാളും വലിയ ശിക്ഷയാണ് ഒരു ദിർഹമെങ്ങാനും ഒരു മാലയെങ്ങാനും പണയം വെക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഈമാനുള്ള എന്റെ അനുജാ, സംവിധാനങ്ങൾ നമുക്ക് വേണം, ആവശ്യമാണ്. ഒരു ബൈക്കെങ്ങാനും ലോൺ എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നുവോ? നിർണായക ഘട്ടത്തിൽ ഇൻഷൂർ അടക്കുന്ന സകാലകമാണ്, ഇൻഷൂർ അടക്കുന്ന കാലമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് വാഹനം പുറത്തിറങ്ങണോ ഇൻഷൂർ അടക്കണം. അതിൽ തന്നെ പല വിധികളുമുണ്ട്. അത് ദറൂറത്തിന്റെ ഘട്ടമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇന്ത്യയുടെ നിയമമാണത്. പക്ഷേ അതല്ലാത്ത വിധത്തിൽ നാമെങ്ങാനും ഒരു ബൈക്ക് ലോൺ എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ലോൺ എടുത്തെടുക്കുന്നുണ്ടോ? ഒരു കാറെങ്ങാനും ലോൺ എടുത്തുകൊണ്ട് കാർ എടുക്കുന്നുണ്ടോ? ഈമാനുള്ള അനുജാ, ഇവിടെ നമുക്ക് രസിക്കാം. നാളെ മരിച്ചാൽ പെറ്റ ഉമ്മയെ പരസ്യമായി വ്യഭിചരിച്ചതിനേക്കാളും വലിയ ശിക്ഷയാണ് അല്ലാഹു അവന് കൊടുക്കുക. ഉമ്മമാരെ, എന്റെ പെങ്ങളെ, തലകുത്തി മറിഞ്ഞാലും നിങ്ങളുടെ ഭർത്താവ് എന്തു മറിഞ്ഞാലും ഒരു മാലയോര വള പോലും പണയത്തിന് കൊടുക്കരുത് പെങ്ങളെ. പണയം വെക്കാൻ കൊടുക്കരുത്. അപകടമാണത്. ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാടി ഒരു മോതിരം പണയം വെക്കുന്നത്. അത് സൂക്ഷിക്കടേ. പലിശ അല്ലാഹു മാപ്പ് തരാത്ത വിഷയമാണ്. യജമാനനായ റബ്ബ് പൊരുത്തപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം കാണാൻ കഴിയില്ല.
അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കടുപ്പത്തിലാണ് പറയുന്നത്, അന്നഫ്സു തബ്കി അല ദുനിയാ വഖദ് അലിമത് അന്ന സലാമത ഫീഹാ തർകു മാ ഫീഹാ. ഓരോ മനുഷ്യനും കരയുകയാണ്. ലോണുകളതാ പെരുകിയിരിക്കുന്നു, അതുപോലെ പണയം വെക്കുന്നത് പെരുകിയിരിക്കുന്നു. എത്ര പെൺകുട്ടികളാണ് നാണമില്ലാതെ പലിശയുമായി ബന്ധപ്പെടുന്നത് പെരുകിയിരിക്കുന്നത്. മനുഷ്യന്മാരാണ് കരയുന്നത്. അന്നസലാമത ഫീഹാ തർകു മാ ഫീഹാ. ഈ ദുനിയാവിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ദുനിയാ തഖുലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. ഓ മുസ്ലിമീങ്ങളെ, ദുനിയാവാണ് പറയുന്നത്. അതിന്റെ വായ നിറച്ച് പറയുന്നു, സൂക്ഷിച്ചോളൂ ഹദാരി, സൂക്ഷിച്ചോളൂ എന്നെ നിങ്ങൾ. ഞാനിതാ നിങ്ങളെ പ്രേരിപ്പിക്കും, നിങ്ങളുടെ സ്വർണം പണയം വെക്കാൻ, ലോൺ എടുത്തുകൊണ്ട് വാഹനമെടുക്കാൻ നിങ്ങളെ ഞാനിതാ പ്രേരിപ്പിക്കും. ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ, സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ എന്ന് ഈ ഭൂമി നമ്മോട് പറയുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ, എന്തൊരു ദുർഗതിയാൽ വേദനാജനകമായ രംഗമാണ്. വമൻ യഅ്മനി ദുനിയാ യകും മിസ്ല ഖാബിലി അലൽ മാഇ ഖാനതുഹു ഫുറൂജുൽ അസാബിഇ. ആരെങ്കിലും ലോൺ എടുത്തുകൊണ്ട് അതല്ല എങ്കിൽ സ്വർണം പണയം വെച്ച് മറ്റുള്ള വിധത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ടോ? എന്താണ് മനുഷ്യ നീ ചിന്തിക്കുന്നത്? ഈ ദുനിയാവിൽ രക്ഷപ്പെടാമെന്നാണോ? നീ ഒരു പിടി നിന്റെ കൈകൊണ്ട് വെള്ളം ഹൗദിൽ ചെന്ന്, കുളത്തിൽ ചെന്ന്, സമുദ്രത്തിൽ ചെന്ന് വെള്ളമെങ്ങാനും പിടിച്ചു വെക്കിയാൽ നിന്റെ വിരലൊന്ന് വിടർത്തി നോക്ക്. ആ വിരലിനുള്ളിൽ കൈയിന്റെ അടിയിൽ എത്രയാണ് വെള്ളമുള്ളത്? ഉണ്ടോ ഇല്ലേ? വമൻ യഅ്മനി ദുനിയാ യകും മിസ്ല ഖാബിലി അലൽ മാഇ ഖാനതുഹു ഫുറൂജുൽ അസാബിഇ. വെറുതെയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. നീ നോടെടുത്തുകൊണ്ട് എത്ര വലിയ വാർപ്പ് വീടാണ് എടുക്കുന്നത്. മുസ്ലിമേ, നീ ശ്രദ്ധിച്ചാൽ നീ എത്ര ദിവസമാണോ അതിൽ ജീവിക്കുന്നത്? ഈമാനുള്ള എന്റെ അനുജ, ജ്യേഷ്ഠ സഹോദരാ, എത്രയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്? ചിന്തിച്ചാൽ നിനക്ക് ആയുസ്സുണ്ടോ? നിന്റെ ലോൺ എടുത്തത് വീടുമ്പോഴേക്കും നീ പള്ളിക്കാട്ടിൽ പോയി കിടന്നാലോ, നീ പള്ളിപ്പറമ്പിൽ പോയി കിടന്നാലോ, നിന്റെ പള്ളി, നിന്റെ പള്ളിക്കാട് ആളിക്കത്തുന്ന ജഹന്നമല്ല. ഒരു രൂപയെങ്ങാനും പലിശ വാങ്ങിയ മനുഷ്യൻ, ലോൺ എടുത്തുപോയ മനുഷ്യൻ, അതുപോലെ അവിടുന്ന് മറ്റു പല വിധത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ടവൻ ഖബറിലേക്കെങ്ങാനും കൊണ്ടുപോയി കിടത്തിയാൽ പന്നികളുടെ രൂപം, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, പന്നിയുടെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്ന് ചില മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ, ലോൺ എടുക്കുന്നത് എന്റെ ഈമാനുള്ള നാട്ടുകാരെ നരകത്തിലേക്കുള്ള റൂട്ടാണത്, നരകത്തിലേക്കുള്ള റൂട്ടാണത്. അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്നത്, നിങ്ങളുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നത്. ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിൽ ഒരൊറ്റ ഉമ്മയും ആഭരണങ്ങൾ പണയം വെക്കാൻ കൊടുക്കരുത്. പണയം വെക്കാൻ കൊടുത്തോ ഈ ഭൂമിയിൽ അല്ലാഹു നിങ്ങളെ വിടൂല. മഹ്ശറിലെ കഥകൾ സാഹചര്യം അനുവദിക്കുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. വിഷമമുണ്ട്. പണയം വെക്കുന്ന ഒരു പെൺകുട്ടിക്ക്, സ്വർണ്ണാഭരണം പണയം വെക്കാൻ കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ, അത് മാത്രം ഒരു ദിവസം വാഴ പറയണമെന്നുണ്ട്. ഉമ്മമാരെ, എത്ര കഠിനമാണ് ഈ സംഭവം, കഠിനമാണ് ഈ സംഭവം.